ശ്രീ രാജു പി നായർ, ഇപ്പോൾ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞതിൽ നിന്നും യോജിപ്പിന്റെ മേഖലകൾ എവിടെയാണ് കൂടുതൽ എന്നത് സംശയിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇനി കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പല നേതാക്കളും പരസ്യമായ ഒരു ഘട്ടത്തിൽ പറഞ്ഞാണ്. പരസ്യമായി പക്ഷേ ജോസ് കെ മാണി അങ്ങനെയൊരു ആലോചന ഇപ്പോഴില്ല എന്ന് പറഞ്ഞു. അതിലപ്പുറം നിങ്ങളെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് വിജയം നൽകിയിരിക്കുന്ന ആത്മവിശ്വാസമാണോ പ്രധാന ഘടകം? ഇപ്പോൾ കോട്ടയത്തൊക്കെ കോൺഗ്രസ് ഇപ്പോൾ ഇനി കേരള കോൺഗ്രസ് വരേണ്ടതില്ല, അല്ലാതെ തന്നെ ഞങ്ങൾക്ക് വിജയിക്കാനാകും എന്ന നിലപാടെടുക്കുന്നുണ്ട്. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് മറ്റു വശത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ സ്വാഭാവികമായ മുന്നണി എന്ന നിലയ്ക്ക് ഈ ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ടേക്ക് എത്തുക? അല്ല, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് സർ ഭൂരിപക്ഷം കാര്യങ്ങളും അംഗീകരിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ചെറിയ വൈരുദ്ധ്യങ്ങളെ പിക്ക് ചെയ്യുക എന്നുള്ളതൊരു ബഹുമാനത്തോടുകൂടി ഞാൻ ചെയ്യട്ടെ. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത് ഞങ്ങളുടെ സ്വാഭാവിക മുന്നണിയായിട്ട് ഇടതുപക്ഷം മാറുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അഭിപ്രായവും അത് അങ്ങ് പറഞ്ഞ അഭിപ്രായവും കഴിയുമ്പോൾ സത്യത്തിൽ RJയുടെ സ്വാഭാവിക മുന്നണി കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയായിട്ട് മാറുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അങ്ങ് പറയുന്ന നേരത്തെ ഉള്ള റിജിഡിറ്റി ഇല്ല എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കും. പക്ഷെ ആ റിജിഡിറ്റി നമ്മൾ കേന്ദ്രത്തിലെ മുന്നണിയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ നമ്മുടെ കോമൺ പ്രോഗ്രാം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധതയാണ്. വർഗീയവൽക്കരണത്തിന്റെയും അല്ലെങ്കിൽ കുത്തകവൽക്കരണത്തിന്റെ സാമ്പത്തിക നയവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടുക എന്നുള്ള കോമൺ പ്രോഗ്രാമിൽ നമ്മൾ ഒത്തുചേരുന്നതാണ് അവിടെ. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഈ നമ്മൾ ആർക്കെതിരെയാണോ ഡൽഹിയിൽ ഫൈറ്റ് ചെയ്യുന്നത്, ആ ഡൽഹിയിൽ ഫൈറ്റ് ചെയ്യപ്പെടുന്ന എതിരാളി കേരളത്തിൽ ഇരിക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വാഭാവിക മുന്നണി ഏതാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ അത് അധികം ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം RJDയെ സംബന്ധിച്ചുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും. എക്സിസ്റ്റൻഷ്യൽ ഞാൻ പറയുന്നത് ഒരു സർവൈവൽ ക്രൈസിസ് ആയിരിക്കാം ചിലപ്പോൾ ഏത് മുന്നണി വേണം എന്നുള്ളത്. പക്ഷെ അപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ RJDയിൽ ഒരു മന്ത്രി ഉള്ളപ്പോൾ തന്നെ ഈ ചെറിയ പാർട്ടികളൊക്കെ പുതിയതായി രൂപീകരിക്കുന്ന പാർട്ടികളൊക്കെ പലപ്പോഴും മുന്നണിക്കകത്ത് വരുന്നതിനപ്പുറം RJDക്ക് ആശയപരമായ ഒരു അടിത്തറയുടെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ ആ RJD മുന്നണിക്ക് ഒരു മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളതും എത്രമാത്രം ആ ഇടതുപക്ഷ ബോധത്തെ അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെ CPM അംഗീകരിക്കപ്പെടുന്നുള്ള വലിയ ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. ഞാൻ അവിടെ നിർത്തുകയാണ്. പിന്നെ പറഞ്ഞത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസം. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഞങ്ങൾക്കുണ്ടായ ആത്മവിശ്വാസമാണല്ലോ സ്മൃതി പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും എല്ലാം പ്രസ്താവനകളിൽ നിഴലിച്ചതും അവകാശവാദങ്ങൾ പോലെ തന്നെ ഒരുപക്ഷെ ഒരു പടി കടന്നൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഒരിക്കലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് അങ്ങനത്തെ ഒരു വിജയം ഞങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കാറില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ദൗർബല്യവും ഒക്കെ ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അതിനപ്പുറം നിന്നുകൊണ്ട് വലിയ കോൺഫിഡൻസോട് പറയാൻ കഴിഞ്ഞതും ആ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സംഘടനാ അടിത്തറ വിപുലമാക്കിയിരിക്കുന്നതും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം ഏറ്റവും ശക്തമാക്കിയിരിക്കുന്നതാണ്. UDFനെ സംബന്ധിച്ച് UDF വിപുലീകരിക്കുക എന്ന് പറയുന്നത് കേവലം പാർട്ടികളുടെ മാത്രം പേരിലുള്ള വിപുലീകരണമല്ല. പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ആക്കി UDFനെ മാറ്റണം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ശ്രീമതി CK ജാനു UDFിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഒരു എണ്ണം വെച്ച് വലിയൊരു ഒരു കാര്യമാണെന്ന് ചിലപ്പോൾ പറയാൻ ചിലപ്പോൾ സാധിച്ചില്ലായിരിക്കാം. പക്ഷെ CK ജാനു UDFിലേക്ക് വരുന്നതോടുകൂടി ഒരു ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രാതിനിധ്യം നാളത്തെ ഒരു ഗവൺമെന്റിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും ആ രാഷ്ട്രീയ അടിത്തറ അത് വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടും എന്നുള്ളതും ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് സീറ്റ് കൊടുത്ത് ആ പാർട്ടി കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളതിനപ്പുറം നമ്മളെ സംബന്ധിച്ചോളം വളരെ കൃത്യമായിട്ട് ആ സമൂഹങ്ങളുടെ എല്ലാവരുടെയും പ്രാതിനിധ്യത്തോടു കൂടി ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആക്കി, അതാണ് പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഉപയോഗിക്കുന്നത്, ആ വലിയൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ആക്കി UDFനെ മാറ്റുക എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം UDFന് വലിയ അനുകൂലമായിട്ട് മാറുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഒരു ചോദ്യത്തിൽ, ഈ സ്വാഭാവിക മുന്നണിയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ KM മാണി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് UDF. ഒരു ഘട്ടത്തിൽ KM മാണി ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആണെന്ന് വരെ പറയുന്ന സാഹചര്യത്തിലേക്ക് ചർച്ചകൾ പോയിരുന്നു. അത്രമാത്രം വലിയ പ്രാതിനിധ്യവും പ്രോമിനൻസും എല്ലാം ആ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമായിരുന്നിരിക്കാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അക്യുമെനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അക്യുമെനും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എന്തായാലും ഇപ്പൊ വർഗീസ് ജോർജ് സാറ് പറഞ്ഞ പോലെ CPM ചെന്നാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും
ഒരുപക്ഷെ കമാൻഡിങ് പവർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യവും UDF ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കണം. ഞാനൊരു മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടുക എന്ന് പറയുന്ന പ്രയോഗമൊന്നും ഞാൻ നടത്തുന്നില്ല. പക്ഷെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം അതിന്റെ അസ്തിത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ, അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ, അവർ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിന്, അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും എല്ലാം ഉള്ള ഒരു സമൂഹത്തിന് അവർക്ക് ആത്മാഭിമാനം നൽകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അത് അവർ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, കേരളത്തിൽ നിന്ന് പൊതുവെ നടക്കുന്ന ചർച്ചകളെല്ലാം UDF ഇന്നത്തെ നിലയിൽ ഒന്നുമല്ല, ഒരു മാറ്റവുമില്ലാത്ത ഇന്നത്തെ നിലയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ എഡ്ജിലാണ്. ഞാനിപ്പോ അത് വലിയ ഒരു വിജയത്തിന്റെ ഞങ്ങളുടെ കോൺഫിഡൻസ് ഒന്നും എടുത്തുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ മോണോപ്പൊളി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ UDFന് വലിയൊരു എഡ്ജുണ്ട് എന്നുള്ളത് പറയുന്നത് ഒരു അതിശയോക്തിയാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജേക്കബ് ജോർജ് സാറിന് ഉൾപ്പെടെ അത് അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതിനപ്പുറം ഒരു വലിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും ആ വിജയത്തിനും ആ രാഷ്ട്രീയത്തിനും ആ മുന്നണിക്കുമെല്ലാം വലിയ തിളക്കമുണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിനുവേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്യാൻ UDF തയ്യാറായതുകൊണ്ടാണ് UDF കൃത്യമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ആരെയാണെങ്കിലും സഹകരിപ്പിക്കണം എന്നുള്ള നിലപാടെടുത്തിട്ടുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.